അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഹരീക്കിലെ ഓറഞ്ച് തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹരീക്കിലുള്ളൊരു കൊച്ചു ഓറഞ്ച് തോട്ടമാണ് നമുക്ക് തുറന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലുള്ള കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തോട്ടത്തിലോട്ട് കയറുവാണ്. ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് അത്തിപ്പഴത്തിൻ്റെ മരമാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒരു പഴമാണ് അത്തിപ്പഴം. ഇക്ക അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ, ഞങ്ങൾ നാടെത്തിന്ന്. ശരിക്കും പറഞ്ഞാൽ നാട്ടിലെത്തിയ സെയിം ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കണ്ടത് ഓറഞ്ച് മരങ്ങളാണ്. മാഷാ അല്ലാ, നിറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഓറഞ്ചൊക്കെ പറിച്ച് കഴിച്ചു. ഇപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് കുറച്ച് ഓറഞ്ചൊക്കെ പറിച്ച് കഴിക്കാം കേട്ടോ, ആവശ്യത്തിനനുസരണം. പക്ഷെ വീട്ടിലൊന്നും കൊണ്ടുപോകാനായിട്ട് പെർമിഷനൊന്നും ഇല്ല. മോൾ ഓറഞ്ച് കഴിച്ചിട്ട് വീണ്ടും വീണ്ടും ഓറഞ്ച് വേണം വേണമെന്ന് പറഞ്ഞിട്ടേ ഇരിക്കുകയായിരുന്നു. അവൾ ഒത്തിരി ഓറഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ നമുക്ക് ആടിനെയും കോഴിയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ വീഡിയോ എന്തെങ്കിലും മിസ്സായിപ്പോയി. ഈ കാണുന്നത് പുതിനയാണ് കേട്ടോ. ഒരുപാട് പുതിന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി റോസാ ചെടികൾ ഉണ്ടായിരുന്നു. വർദ്ധവും ഞാനും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ വെച്ച് വർദ്ധുവിൻ്റെ ഫ്രണ്ടിനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നേരിട്ട് കാണുന്നില്ലല്ലോ. അങ്ങനെ ഇവിടെ വെച്ച് അവളുടെ ഫ്രണ്ടിനെ കാണാൻ പറ്റി അവൾക്ക്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അത്തിപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അത്തിപ്പഴം. അത്തിപ്പഴത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഒരുപാട് വെജിറ്റബിൾസിൻ്റെ കൃഷിയായിരുന്നു. മത്തങ്ങയും അതുപോലെ പച്ചമുളകും
പിന്നെ വഴുതനങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തോട്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്കായിട്ടൊരു പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയും കുറച്ച് നേരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.